വാലന്റൈൻസ് ഡേ ഉണ്ട് രാവിലെ എണീറ്റ് നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊരു ഡേറ്റിന് പോവാണെന്ന് കണ്ടാൽ തോന്നുമെങ്കിലും പരീക്ഷയ്ക്ക് പോവാണ്. എനിക്ക് രാവിലെ ഈ ഫെബ്രുവരി 14ന് പരീക്ഷ വെച്ചെന്നറിയില്ല. എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഏതെങ്കിലും ആളായിരിക്കും. കാരണം അങ്ങനെ ഇപ്പൊ കപ്പിൾസ് രാവിലെ ഇതിന് പോകണ്ടാന്ന് റൊമാൻറ്റിക് ഡേറ്റിനൊന്നും പോകണ്ട, പോയിരുന്നു പഠിച്ചാൽ മതി. നമുക്ക് ആക്ച്വലി ഫെബ്രുവരി 14 അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ, അതുമാത്രം ഭയങ്കര റൊമാൻറ്റിക് ദിവസമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാ ദിവസവും സാധാരണ ദിവസം നമ്മളെപ്പോഴും എന്ത് ചെയ്യും, എപ്പോൾ തോന്നോ അപ്പോൾ അങ്ങ് പോകും ഡേറ്റിന്. അല്ലേ ഡേറ്റിനെന്ന് പറയുന്നില്ല, നമ്മളെവിടെ പോയാലും നമുക്കൊരു ഡേറ്റാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഫെബ്രുവരി 14 നമ്മൾ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥലം ബുക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വാലന്റൈൻസ് ഡേ അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമൊന്നുമല്ല ഞങ്ങൾക്ക്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വാലന്റൈൻസ് ഡേ റിലേഷൻഷിപ്പിലൊക്കെ ആയ സമയത്ത് വാലന്റൈൻസ് ഡേ ഭയങ്കര രസമല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഹി ഓൾവേസ് സേസ് ദാറ്റ് എവറി ഡേ ഈസ് എ വാലന്റൈൻസ് ഡേ ഫോർ അസ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ ആ വാലന്റൈൻസ് ഡേ അതുകൊണ്ട് ഒരു വലിയ പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇന്ന് കുറച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിനു മുന്നേ എനിക്ക് വിശക്കുന്നു. എനിക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഞം കഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇതാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് എനിക്കിഷ്ടമുള്ള ഫുഡ്. അപ്പോൾ അതിരുന്ന് സ്നാക്സ് ഒക്കെ തിന്നിട്ട് എന്നിട്ട് വൈകിട്ട് റെഡി സ്പെഷ്യലായിട്ട് എവിടെ പോകും, ഒരു സ്പെഷ്യൽ ഡേറ്റ്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അത് പോണ വഴിക്ക് പറഞ്ഞുതരാം. എനിക്ക് കുഞ്ഞിലേ മുതലേ ഹർത്താലിൻ്റെ ഒന്നും എക്സാമിൻ്റെ ഒന്നും കട്ട്ലറ്റ് വേണം. ആ ചെയ്ത ഉപകാരം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, പക്ഷേ എനിക്ക് കട്ട്ലറ്റ് വേണം. അങ്ങനെ കുറേ നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി എൻ്റെ ഫുഡ് വന്നു. ഐ ഏറ്റ് എ ലാം സാലഡ്. ഒരു കുർക്കുറേൻ്റെ ടേസ്റ്റുള്ള ലാം സാലഡായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡയറ്റിലായതുകൊണ്ടാണ് ലാം സാലഡ് കഴിച്ചത്. എന്നാലല്ല, എനിക്ക് വേറെ സാധനം കഴിക്കാൻ വയറിൽ സ്പേസ് വേണമായിരുന്നു. ഈ ചീസ് കേക്ക് കഴിക്കാനായിട്ട്. വയറുവേദന ഉള്ളപ്പോൾ കഴിക്കാൻ ഈ ലോകത്ത് ഇതിലും നല്ലൊരു സാധനം ഇല്ല. ഇതിന് ആക്ച്വലി രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ ബേസ് കുറച്ച് ഹാർഡായിട്ടുള്ളത്, മറ്റേത് സോഫ്റ്റ് ഗുയി ആയിട്ടുള്ള ചീസ് കേക്കിൻ്റെ ഭാഗം. എനിക്ക് ആക്ച്വലി കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ആ ബേസിൻ്റെ ഭാഗമാണ് ഇഷ്ടം. കുറച്ചുകൂടെ ടെക്സ്ചർ വരുന്നുണ്ട്. ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ്. അത് കാണാൻ എന്നെ പോലെയാണ് നിങ്ങളെ പോലെയാണ്. അത് കാണാൻ ഞങ്ങളിൽ ആരെപ്പോലെയാണെന്നുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇന്ന് ഡേറ്റിനൊക്കെ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ തിരിച്ചെന്ത് വാങ്ങിത്തരും കൊടുത്തു എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മൾ രണ്ടുപേരും അങ്ങനെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ഗിഫ്റ്റ് ഞങ്ങൾ മിക്ക സമയത്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഒരു ഒക്കേഷൻസിന് വല്ലപ്പോഴും ബർത്ത്ഡേക്കൊക്കെ എന്തെങ്കിലും കൊടുത്താലേ. കാരണം ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലവ് ലാംഗ്വേജ് ഒന്നും അല്ല. പക്ഷെ ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ടല്ല. അല്ലാതെ ഞാനൊരു ഒരേ ഒരു കാര്യം, ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചെടുത്ത ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ക്യൂട്ടായിട്ടുള്ള ഞാൻ ഒരു കുഞ്ഞു ഫിഷ്. എനിക്ക് പേടിയാണ്, ഞാൻ ഫിഷ് വളർത്തില്ല. പക്ഷെ പുള്ളിക്ക് ഫിഷ് വളർത്താൻ അറിയുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്. എനിക്ക് ഫിഷ് ഒന്നും വളർത്താൻ അറിയില്ല. ഞാൻ എപ്പോൾ വളർത്തിയാലും പാവം മരിച്ചു പോകും. ഞാൻ കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ട്, മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ വളർത്തില്ല. ബട്ട് ഹി നോ ഹൗ ടു ലുക്ക് ആഫ്റ്റർ ദ ഫിഷ്. അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അല്ലാതെ ഭയങ്കര ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ടല്ല. പക്ഷെ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, ഇഷ്ടമുള്ള ഇത് ഭയങ്കര ഇഷ്ടം, വേറെ ഒന്നും ഈ ലോകത്തൊന്നും ഇഷ്ടമല്ല, ഇത് മാത്രമേ ഗിഫ്റ്റ് കൊടുത്താലും വാങ്ങുള്ളൂ. അല്ലാതെ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നും അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണെന്നാണ് ഒരാളുടെ ഇത്. എനിക്ക് ഏകദേശം എന്തിന് പൈസ കളയുന്നത്, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൂടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പേര് കണ്ടേ, പീകോക്ക് ബാസ്. നല്ല കളറല്ലേ, നല്ല കളറല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാ. കൊള്ളാം, ഇഷ്ടായോ? ഇനി പേരിടണ്ടേ? പീകോക്ക് ബാസ് അല്ല, വേറെ പേരിടണ്ടേ? ഒരു എനിക്ക് ഇതിനൊക്കെ പേരിടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പറ്റിയ എനിക്ക് മാനസികമായിട്ടൊരു അപ്പൊ പിന്നെ തൽക്കാലം പേരിടണ്ട, കുറച്ചൊന്ന് വലുതായിട്ട് പേരിടാം. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാന്നറിയോ, നമ്മുടെ ആ സ്പെഷ്യൽ ഡേറ്റ്. ഞാൻ വളരെ സിനിമാറ്റിക് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും 5 മണിക്ക് എത്തേണ്ട റിസർവേഷൻ 6:30 മണിക്ക് കയറി ചെന്നിട്ടാണ് ഞാൻ ഈ താടിപ്പാടി നടക്കുന്നത്. പോരാത്തതിന് ഇടയ്ക്ക് പ്രകൃതി ആസ്വാദനമുണ്ട്. ഇവിടെ ആക്ച്വലി കുറെ വാലന്റൈൻസ് ഡേ ഫംഗ്ഷൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. ബട്ട് എല്ലാം ഒരു 12,000 15,000 6,000 ഒക്കെ ഉള്ളതാണ്. അതൊന്നും അത്രയും സ്പെൻഡ് ചെയ്യാനൊന്നും വാലന്റൈൻസ് ഡേ നമുക്ക് വരത്തില്ല. നമുക്ക് കൂടുതലും ബർത്ത്ഡേയ്സും അല്ലെങ്കിൽ ആനിവേഴ്സറീസും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ എല്ലാ ദിവസവും നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ദിവസമായിട്ട് കണക്കാക്കുക എന്നുള്ളത് കൊണ്ട്
നമ്മൾ വാലന്റൈൻസ് ഡേക്കും ഡേറ്റിന് വന്നേ ഉള്ളൂ. എന്തിനു വേണമെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടുത്തെ കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അവിടെ കുറേ വളകളൊക്കെ ഉണ്ടല്ലോ, അതിന് വരെ നമ്മൾ ഒരു ഡേറ്റ് ആണെന്ന് വിചാരിച്ച് അമ്പല ഡേറ്റ് വരെ പോകാറുണ്ട്. സോ ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ കണ്ടോ. ആ ബാക്കിലല്ല, ആക്ച്വലി ഫ്രണ്ടിൽ നല്ല കിടിലൻ വ്യൂ ആണ്. വാലന്റൈൻസ് ഡേക്ക് ആക്ച്വലി ഞങ്ങൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് ഒന്നും അത്ര വേർത്തല്ല, ഒന്നും ഒരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ടേസ്റ്റ്. എനിക്ക് മാത്രമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് പരിചയമുള്ള നമുക്ക് ഫ്രണ്ട്സൊക്കെ അവരും പറയുന്നുണ്ടായി ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ എന്താ ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി? എന്തായാലും കുറേ പണ്ടേ ഭയങ്കര ചെറുതായിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും നമ്മുടെ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഈ ഹാർട്ട് മറ്റേ പോപ്പ് ചെയ്യുന്ന കാഡ്ബറി ഉണ്ടല്ലോ, ഞാൻ കുറേ വട്ടം വിചാരിച്ചിട്ടുണ്ട് ലൈക്ക് എനിക്ക് ആ സാധനം ഇങ്ങനെ ഇരിക്കാൻ, ആ ഹാർട്ട് പോപ്പ് എല്ലാ വർഷവും വാങ്ങുമായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ പ്രത്യേകം പറഞ്ഞ ഇത് കാഡ്ബറി മീൻസ് ഒരു ചോക്ലേറ്റ് മേടിച്ചിട്ട് വരരുത്, കാരണം അത് ശരിയാവത്തില്ല. എനിക്കറിയാം, അത് ഭയങ്കര ഞാൻ പല ചോക്ലേറ്റ് വാങ്ങിച്ചു. ഇപ്പം എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇന്ന് ഞാൻ കഴിച്ച ചീസ് കേക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കോ കഴിക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് അതിന് പകരം കേക്ക്സ്, അതും എല്ലാ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറാണ്. പിന്നെ എന്തായാലും ഇത്ര കിലോമീറ്ററുകളോളം നടന്നു വന്നല്ലേ, കുറച്ച് നേരം പ്രകൃതി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. താമരക്കുളമൊക്കെ നോക്കി കുറച്ച് അത്യാവശ്യം നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. 5:30 ആയിട്ടേ ഉള്ളൂ. 5:30 6 മണി ആവാറായി. ഇനിയും ഇത് ഒരു നിയർലി 1 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ബഗ്ഗി പോവാം, പക്ഷെ ഐ ചൂസ് ടു വോക്ക്. അപ്പുറത്ത് കടലുണ്ട് കേട്ടോ, കാണിച്ചു തരാം. എന്താണെന്നറിയാമോ, നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും അവിടെ നിന്ന്. ഞാനൊരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് എത്ര വർഷമായി എനിക്ക് ഓർമ്മയില്ല. എവിടെ കഴിഞ്ഞ ദിവസം സൺസെറ്റ് പോയിട്ടേക്ക് സൺസെറ്റ് കണ്ടോ? ഇല്ലല്ലോ, നമ്മൾ സൺസെറ്റ് കഴിഞ്ഞിട്ടാ നമ്മൾ വന്നത്. ഇല്ല, സണ്ണ് കണ്ടോ? വൈകുന്നേരം കണ്ടു, പക്ഷെ സൺസെറ്റ് കണ്ടില്ല. മനസ്സിലായോ? സൺസെറ്റ് കണ്ടില്ല, അത് ഇരുട്ട് കിടക്കുന്നതേ കണ്ടുള്ളൂ, അല്ലാതെ സണ്ണ് താഴോട്ട് പോകുന്നത് കണ്ടില്ല. അങ്ങനെയും പറയാം. അപ്പുറത്തെ സൈഡിൽ നിന്നിരുന്നെങ്കിൽ അത് കാണാൻ പറ്റില്ല. ഞാനിവിടെ വന്ന് ഇതിൻ്റെ ബാക്കിലിരുന്ന് നോക്കാൻ നോക്കി, പക്ഷെ എനിക്ക് കണ്ടില്ല. ഇന്ന് സൺസെറ്റ് കാണാൻ എനിക്ക് ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ. ഞാൻ കുറേ ദിവസം മുമ്പ് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തതാണ്, കാരണം ഭയങ്കര തിരക്കാണ്. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ബുക്ക്ഡാണ്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തത്, അതുകൊണ്ടാണ് പ്ലാൻഡ് ഡിന്നർ. എന്താ നിറയെ കാക്കയില്ല, നിറയെ വേറെ കുറച്ച് ബേർഡ്സും ഉണ്ട്. പക്ഷേ that is cute. കാണിച്ചില്ല. എന്താ മീനോ? ഞാൻ പെട്ടെന്ന് പാമ്പാന്ന് വിചാരിച്ചു. എല്ലാ തവണ എവിടെയെങ്കിലും പോകുമ്പോൾ പാമ്പ് കാണാറുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു വലിയ മീനാണല്ലേ, ഒരു വലിയ മീനുണ്ടായിരുന്നു. നോക്ക്, സൺസെറ്റ് ഇതാ ആവാറായി. സോ വേഗം പോയി സൺസെറ്റ് കാണാം. വാവ്, this was one of the most beautiful sunset I have ever seen. എന്തുകൊണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലാസ്റ്റ് ടൈം കാണാൻ പറ്റിയില്ല, കാരണം അറിയാണ്ട് നിന്ന സ്ഥലം മാറിപ്പോയി. കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഞാൻ നിന്ന സ്ഥലം മാറിപ്പോയി. ലുക്ക് അറ്റ് മൈ ഹെയർ, ഇതാണ് ഞാൻ പറയുന്നത്. ബീച്ചിൻ്റെ കുറച്ചുകൂടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് വേറൊരു രൂപവും കൂടെ കാണാൻ പറ്റും. മൈ ഹെയർ വിൽ ബി മെസ്സി, ലൈക്ക് റിയൽ മെസ്സി. ഇനി നമുക്ക് സണ്ണ് സെറ്റ് ചെയ്യുന്നത് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടിട്ട് പോയാൽ മതി. കഷ്ടപ്പെട്ട് ടൈം ലാപ്സ് എടുത്തതാണ്, അതുകൊണ്ട് പതുക്കെ നമുക്കിതൊക്കെ കണ്ട് അങ്ങ് അകത്തേക്ക് പോവാം. പൊക്കമുള്ള അഹങ്കാരം കാണിക്കുന്നു. എനിക്ക് ചാടാനുള്ള ആരോഗ്യമില്ല എന്നെ പണ്ടേലും അത്രയും. ഞാൻ ചാടിയാലും അതിൽ തൊടാൻ പറ്റില്ല. ഇത് പറിച്ചൊന്നുമില്ല കേട്ടോ, വെറുതെ കാണിച്ചത്, അഹങ്കാരം കാണിച്ചത്, പൊക്കത്തിന്റെ അഹങ്കാരം. പൊക്കമില്ലാത്തവരെ കളിയാക്കുന്നതാ.
ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ജീവിതം കണ്ടംപ്ലേറ്റ് ചെയ്യാൻ, ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് എന്തോരം കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്, കൊള്ളാലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ഫോണും എല്ലാ കാര്യങ്ങളും കൂടെ ദാ കിടക്കുന്നു തറയിലോട്ട്. ആഹാ, ഫോൺ ഉൾപ്പെടെ തറയിൽ പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ജീവിതം ചെറുതാണെങ്കിലും ബ്യൂട്ടിഫുൾ ആണല്ലോ. ചിരിക്കൂ. വല്ലപ്പോഴും ചിരി കിട്ടാറുള്ളൂ, ഫോട്ടോയ്ക്ക് പോലും ചിരിക്കാറില്ല. ഞാനിങ്ങനെ ഇവിടെ മൊത്തം നടന്ന് തിത്തിത്താര കളിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലോണം ഇരുട്ടായി. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം ഈ ഇരുട്ടത്തിരുന്ന് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്തു. ഈ ഡ്രിങ്ക്സ് ആദ്യം വന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് വരുന്നതിന് മുമ്പ് ഡ്രിങ്ക്സ് തീരുന്ന വഴി അറിയില്ല. ഇത് ജസ്റ്റ് പ്ലെയിൻ വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അത് കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തതാണ് സിഗ്നേച്ചർ ഐറ്റം, അവരുടെ ബാർബിക്യൂ പിസ്സ, ബാർബിക്യൂ ചിക്കൻ ആൻഡ് മഷ്റൂം പിസ്സ. ആദ്യമായിട്ടാണ് എനിക്കൊരു പിസ്സയിൽ ചിക്കനേക്കാളും മഷ്റൂം ഇഷ്ടമായത്. അത് കഴിഞ്ഞ് അവിടെ ഡ്രിസിൽ ചെയ്യാൻ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിരുന്നു. അതിപ്പോൾ 1 കിലോ ഒലിവ് ഓയിൽ നമ്മുടെ ഓരോ പിസ്സയിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. ആർക്ക് ഏറ്റവും ലൈറ്റായിട്ട് ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്യാം എന്നൊരു കോമ്പറ്റീഷൻ നടത്തി നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും അതിൽ വലിയൊരു കഴിവില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒലിവ് ഓയിൽ മൊത്തം തീർന്നു കിട്ടി. എത്ര കിലോ ഒലിവ് ഓയിൽ നമ്മൾ കഴിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ തീരുമാനമൊന്നും ആയില്ല. കാരണം അത് എണ്ണാൻ നിൽക്കണ്ട, ട്രോമറ്റൈസ്ഡ് ആയി പോകും. അത് കഴിഞ്ഞ് വേറൊരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോട്ട് സോസ് ഇഷ്ടമുണ്ടോ പിസ്സയുടെ കൂടെ? ഇത്രയും ഒലിവ് ഓയിലും പിസ്സയൊക്കെ കഴിച്ചില്ലേ, പിന്നെ വിചാരിച്ചു കുറച്ച് നേരം നടന്നേക്കാം. നടന്ന് ഞങ്ങൾ എത്തിയത് ദാ ഈ ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. ബീച്ചിലേക്ക് ആക്സസ് ഇല്ല, പക്ഷേ ഇതായിരുന്നു ഏറ്റവും കടലിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനെ കറങ്ങിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അതൊരു വൻ അബദ്ധമായിപ്പോയി. ഞാൻ ഇങ്ങനെ കറങ്ങിയിട്ട് എനിക്ക് തല ഇറങ്ങുന്നു. ചോക്ലേറ്റ് കേക്ക് കഴിക്കാം, എന്ത് കഴിക്കാം? ചോക്ലേറ്റ് കേക്ക്. എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് കേക്ക് മേടിച്ചു തരണം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അവർ ആ ചോക്ലേറ്റ് കേക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് സ്ട്രോബെറി ഡിപ്ഡ് ഇൻ ദാറ്റ് കേക്കിൻ്റെ നമ്മുടെ ആ ഒരു ഗ്ലേസ് എന്നൊക്കെ പറയില്ലേ, അതിൽ മുക്കി കഴിക്കാനും കിടിലായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് കേക്ക് തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നോക്കിയപ്പോഴാണ് ഇങ്ങോട്ട് കേക്ക് തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കേക്ക് തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഒരു ലൈഫ് ലോങ് ഉള്ള എല്ലാ വാലന്റൈൻസ് ഡേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. വാലന്റൈൻസ് ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കാരണം വീട്ടിൽ ചെന്ന് ബാക്കി കേക്ക് തിന്നാനുണ്ട്.